ആകാശ നിരീക്ഷണങ്ങളും ഭൗമ സംഭവങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ജ്യോതിഷ വിശ്വാസം, ലോകവീക്ഷണങ്ങൾ, ഭാഷ, സംസ്കാരത്തിൻ്റെ പല ഘടകങ്ങൾ എന്നിവയുൾപ്പെടെ മനുഷ്യ ചരിത്രത്തിൻ്റെ വിവിധ വശങ്ങളെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. നമസ്കാരം. ലോകായനത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അസ്ഥികളിലും ഗുഹാഭിത്തികളിലുമാണ് ഇത്തരം ആചാരങ്ങളുടെ ആദ്യകാല തെളിവുകൾ കാണപ്പെട്ടത്. ഇത് 25,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചന്ദ്രചക്രം രേഖപ്പെടുത്തിയിരുന്നു എന്ന് കാണിക്കുന്നു. വേലിയേറ്റങ്ങളിലും നദികളിലും ചന്ദ്രൻ്റെ സ്വാധീനം രേഖപ്പെടുത്തുന്നതിനും ഒരു പൊതു കലണ്ടർ ഉണ്ടാക്കുന്നതിനുമുള്ള ആദ്യ പടിയായിരുന്നു ഇത്. നവീന ശിലായുഗ വിപ്ലവത്തോടെ രാത്രികാല ആകാശത്ത് ഋതുക്കൾക്കനുസരിച്ച് മാറുന്ന നക്ഷത്ര രാശികളെക്കുറിച്ചുള്ള അറിവ് വർദ്ധിച്ചു വരുന്നതിലൂടെയും പുതിയ ആവശ്യങ്ങൾ ഏറെക്കുറെ നിറവേറ്റപ്പെട്ടു. അങ്ങനെ പ്രത്യേക നക്ഷത്ര ഗ്രൂപ്പുകളുടെ ഉദയം വർഷം തോറുമുള്ള വെള്ളപ്പൊക്കങ്ങളെയോ സീസണൽ പ്രവർത്തനങ്ങളെയോ അറിയിക്കാൻ ഇടയാക്കിയിരുന്നു. BC 3000 വ്യാപകമായ നാഗരികതകൾ ആകാശ ചക്രങ്ങളെക്കുറിച്ചുള്ള സങ്കീർണമായ ധാരണ വികസിപ്പിച്ചെടുത്തിരുന്നു. അറിയപ്പെടുന്ന ഏറ്റവും പഴക്കം ചെന്ന ജ്യോതിഷ പരാമർശങ്ങൾ ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് മെസപ്പൊട്ടേമിയയിൽ നിർമ്മിച്ച ഗ്രന്ഥങ്ങളുടെ പകർപ്പുകളാണെന്ന് സൂചിപ്പിക്കുന്നതിന് ധാരാളം തെളിവുകളുണ്ട്. അതിൽ 2 ബാബിലോണിൽ നിന്നാണ് കിട്ടിയത്. ഇത് അക്കാഡിലെ രാജാവായ സർഗോണിൻ്റെ ഭരണകാലത്ത് നിർമ്മിച്ചതാണെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ആദ്യകാല ഉപയോഗം കാണിക്കുന്ന മറ്റൊന്ന് ലഗാഷിലെ സുമേറിയൻ ഭരണാധികാരി ഗുഡിയയുടെ ഭരണകാലത്താണ് നിർമ്മിച്ചതെന്ന് കണക്കാക്കപ്പെടുന്നു. ജ്യോതിഷത്തെ ഒരു സംയോജിത വിജ്ഞാന സംവിധാനമായി ഉപയോഗിച്ചതിൻ്റെ ഏറ്റവും പഴയ തർക്കമില്ലാത്ത തെളിവ് മെസപ്പൊട്ടേമിയയുടെ ആദ്യ രാജവംശത്തിൽ നിന്ന് ഉയർന്നു വരുന്ന രേഖകളിലാണ്. പശ്ചിമ യൂറേഷ്യൻ ജനതയിൽ ജ്യോതിഷത്തിൻ്റെ ആദ്യകാല തെളിവുകൾ BC 3000 മുതലുള്ളതാണ്. കാലാനുസൃതമായ മാറ്റങ്ങൾ പ്രവചിക്കാനും ആകാശചക്രങ്ങളെ ദൈവിക ആശയവിനിമയത്തിൻ്റെ അടയാളങ്ങളായി വ്യാഖ്യാനിക്കാനും ഉപയോഗിച്ചിരുന്ന അന്നത്തെ കലണ്ടർ സംവിധാനങ്ങളിലാണ് അതിൻ്റെ വേരുകൾ കാണുന്നത്. 17-ാം നൂറ്റാണ്ട് വരെ ജ്യോതിഷം ഒരു പണ്ഡിത പാരമ്പര്യമായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. കൂടാതെ അത് ജ്യോതിശാസ്ത്രത്തിൻ്റെ വികാസത്തിന് കാരണവുമായി. അതിൻ്റെ ചില ആശയങ്ങൾ ആൽക്കമി, കാലാവസ്ഥാ ശാസ്ത്രം, വൈദ്യശാസ്ത്രം തുടങ്ങിയ മറ്റ് പരമ്പരാഗത പഠനങ്ങളിലും ഉപയോഗിച്ചിരുന്നു. 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ സൂര്യ കേന്ദ്രീകരണം പോലുള്ള ജ്യോതിശാസ്ത്രത്തിലെ ഉയർന്നു വരുന്ന ശാസ്ത്രീയ ആശയങ്ങൾ ജ്യോതിഷത്തിൻ്റെ സൈദ്ധാന്തിക അടിത്തറയെ ദുർബലപ്പെടുത്തുകയും അങ്ങനെ അതിൻ്റെ അക്കാദമിക് സ്ഥാനം നഷ്ടപ്പെടുകയും അതൊരു കപടശാസ്ത്രമായി കണക്കാക്കപ്പെടുകയും ചെയ്തു. ഈ സംവിധാനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്രവചനങ്ങൾ കൃത്യമല്ലെന്ന് അനുഭവപരമായ ശാസ്ത്രീയ അന്വേഷണം തെളിയിച്ചിട്ടുമുണ്ട്. പ്രപഞ്ചത്തിൻ്റെ ഘടനയെയും പ്രവർത്തനത്തെയും സംബന്ധിച്ച അബദ്ധധാരണകളിൽ അധിഷ്ഠിതമാണ് ജ്യോതിഷം. മായൻ സംസ്കാരത്തെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ കൃത്യതയോടെയുള്ളതെന്ന് അവകാശപ്പെട്ട ജ്യോതിഷ ഗണന ക്രിയകൾക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ചരിത്രം. ഇതുതന്നെയാണ് ഇതിനുള്ള ഏറ്റവും നല്ല തെളിവ്. AC 9-ാം നൂറ്റാണ്ടിൽ മായൻ സംസ്കാരം തകർന്നടിച്ചു. 20-ാം നൂറ്റാണ്ടിൽ പത്രജാതകം പോലുള്ള പതിവ് മാധ്യമ ഉൽപ്പന്നങ്ങളുടെ സ്വാധീനത്തിലൂടെ ജ്യോതിഷം കൂടുതൽ ഉപഭോക്തൃ പ്രശസ്തി നേടി. ജ്യോതിഷം ആദ്യമായി വികസിച്ചു വന്നത് BC 7-ാം നൂറ്റാണ്ടിൽ ബാബിലോണിയയിലാണ്. നവഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും സ്ഥാനം കണക്കാക്കി ഗ്രഹനിർണയം, മുഹൂർത്ത ചിന്ത, ഫലനിർണയം, ഭാവി പ്രവചനം മുതലായവ നടത്തുന്ന രീതിയാണ് ഫലഭാഗം ജ്യോതിഷം അല്ലെങ്കിൽ ജ്യോത്സ്യം എന്ന് പറയുന്നത്. ഗ്രഹങ്ങളുടെ സ്ഥാനം ഒരു വ്യക്തിയുടെ ഭാവിയെ സംബന്ധിച്ച സൂചനകൾ നൽകുന്നു എന്ന വിശ്വാസം ബാബിലോണിയയിലെ കൽദിയൻ
പുരോഹിതന്മാരാണ് പ്രചരിപ്പിച്ചത്. അലക്സാണ്ടറുടെ പടയോട്ടത്തോടെ ഇത് മറ്റ് സ്ഥലങ്ങളിലേക്കും വ്യാപിച്ചു. ഗ്രഹങ്ങളെ അനുഗ്രഹ നിഗ്രഹ ശേഷിയുള്ള ദേവന്മാരായി സങ്കല്പിച്ചുകൊണ്ട് നടത്തുന്ന ഈ പ്രവചനങ്ങൾക്ക് അടിസ്ഥാനമായ ഫലഭാഗ ജ്യോതിഷം വേദകാലഘട്ടത്തിലാണ് ഇന്ത്യയിലെ ആദ്യ ഉപയോഗം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജ്യോതിഷം വേദമതത്തിലെ വേദങ്ങളുടെ ഒരു ശാഖയായാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ജ്യോതിശാസ്ത്രവും ജ്യോതിഷവും ഏതാണ്ട് ഒരേ കാലഘട്ടത്തിലാണ് വികാസം പ്രാപിച്ചത്. ജ്യോതിഷത്തെക്കുറിച്ചുള്ള വേദകാലഘട്ടത്തിലെ ആദ്യകാല ഗ്രന്ഥമായ ഭൃഗുസംഹിത ഭൃഗുമുനിയാണ് സമാഹരിച്ചത് എന്ന് കരുതപ്പെടുന്നു. ഇന്നത്തെ ജാതക ജ്യോതിഷത്തിൻ്റെ രേഖപ്പെടുത്തപ്പെട്ട ചരിത്രം ഗ്രീക്കോ ബാക്ട്രിയൻ ഇൻഡോ ഗ്രീക്ക് രാജ്യങ്ങൾ വഴിയുള്ള ഇന്ത്യൻ ഹെല്ലനിസ്റ്റിക് സംസ്കാരങ്ങളുടെ ഇടപെടലുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. യവനജാതകം അല്ലെങ്കിൽ ബൃഹത് സംഹിത പോലുള്ള ഏറ്റവും പഴക്കമേറിയ ഗ്രന്ഥങ്ങൾ CE ആദ്യ നൂറ്റാണ്ടുകളിലേതാണ്. സംസ്കൃതത്തിലെ ഏറ്റവും പഴക്കമേറിയ ജ്യോതിഷ ഗ്രന്ഥമാണ് യവനജാതകം. ഇന്ത്യൻ ജ്യോതിഷം 3 സ്കന്ധങ്ങളും 6 അംഗങ്ങളും കൂടിയതാണ്. ഗണിതം, സംഹിത, ഹോര എന്നിങ്ങനെയാണ് 3 സ്കന്ധങ്ങൾ. മേൽപ്പറഞ്ഞ 3 സ്കന്ധങ്ങൾക്കും കൂടി 6 അംഗങ്ങളുണ്ട്. അവ ജാതകം, ഗോളം, നിമിത്തം, പ്രശ്നം, മുഹൂർത്തം, ഗണിതം ഇവയാണ്. ജനന സമയത്തെ ആധാരമാക്കി ഫലം പറയുന്നതാണ് ജാതകം. ഭൂമി, ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ മുതലായവയുടെ നിരൂപണമാണ് ഗോളം. താൽക്കാലികമായ ശകുന ലക്ഷണങ്ങളെ കൊണ്ട് ഫലം പറയുന്നതും രാജ്യക്ഷേമാദികളുടെ നിരൂപണം നടത്തുന്നതുമാണ് നിമിത്തം. താൽക്കാലികമായി ആരൂഢ രാശി ഉണ്ടാക്കി അതുകൊണ്ട് ഫലം പറയുന്നതാണ് പ്രശ്നം. വിവാഹാദി കർമ്മങ്ങളുടെ കാലനിർണയം ചെയ്യുന്നതാണ് മുഹൂർത്തം. സൂര്യാദി ഗ്രഹങ്ങളുടെ ഗതിവിഗതികൾ ഗണിച്ചറിയുന്നതാണ് ഗണിതം. ആകാശത്തിലെ ഗ്രഹങ്ങളുടെ സഞ്ചാരപഥത്തെ ഒരു വൃത്തമായി സങ്കല്പിച്ചിരിക്കുന്നു. ഇതാണ് രാശിചക്രം. രാശിചക്രത്തെ 30 ഡിഗ്രി വീതം വരുന്ന 12 സമഖണ്ഡങ്ങളായി തിരിച്ചിരിക്കുന്നു. ഇവയ്ക്ക് അതിലുള്ള നക്ഷത്രക്കൂട്ടങ്ങളുടെ രൂപത്തിനനുസരിച്ചാണ് പേര് നൽകിയിരിക്കുന്നത്. ഇത് ഉപയോഗപ്പെടുത്തിയാണ് ഗ്രഹനില കുറിക്കുന്നത്. കൊല്ലവർഷ കലണ്ടറിലെ മാസങ്ങളാണ് രാശികൾ. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങൾ ഈ 12 രാശികളിലായി സ്ഥിതി ചെയ്യുന്നു. ഓരോ രാശിയിലും 2.25 നക്ഷത്രങ്ങൾ വീതം വരുന്നു. ഓരോ നക്ഷത്രവും 4 പാദമാണ്. അങ്ങനെ ഒരു രാശിയിൽ 9 പാദങ്ങൾ. ജീവിതത്തിൻ്റെ ഗതി നിർണ്ണയിക്കാൻ ആകാശഗോളങ്ങളെ ആശ്രയിക്കുന്ന രീതി തുടങ്ങിയതും പുരാതന മെസപ്പൊട്ടേമിയയിലാണ്. അന്നത്തെ ജ്യോതിഷക്കാർ വാന നിരീക്ഷണത്തിൽ വളരെയേറെ താൽപരരായിരുന്നു. ആകാശഗോളങ്ങളുടെ ചലനങ്ങൾ നിർണ്ണയിക്കാനും നക്ഷത്രങ്ങളുടെ സ്ഥാനം പട്ടികപ്പെടുത്താനും കലണ്ടറുകൾ ഉണ്ടാക്കാനും ഗ്രഹണങ്ങൾ മുൻകൂട്ടി പറയാനും മറ്റും അവർ നടത്തിയ ശ്രമങ്ങളുടെ ഫലമായാണ് ജ്യോതിശാസ്ത്രം എന്ന ശാസ്ത്രശാഖ വികാസം പ്രാപിച്ചത്. എന്നാൽ ജ്യോതിഷം അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. സൂര്യചന്ദ്രാദികൾ നമ്മുടെ പരിസ്ഥിതിയെ സ്വാഭാവികമായി എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനപ്പുറമുള്ള കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. സൂര്യൻ, ചന്ദ്രൻ, ഗ്രഹങ്ങൾ, താരാഗണങ്ങൾ എന്നിവയുടെ സ്ഥാനക്രമവും ഭൂമിയിലെ സുപ്രധാന സംഭവങ്ങളെ മാത്രമല്ല വ്യക്തികളുടെ ജീവിതത്തെയും സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് ജ്യോതിഷം സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. ചില ജ്യോതിഷക്കാർ ഭാവിയെ സംബന്ധിച്ച മുന്നറിയിപ്പുകൾക്കും സൂചനകൾക്കും വേണ്ടിയാണ് ആകാശഗോളങ്ങളിലേക്ക് നോക്കുന്നത്. എന്നാൽ മറ്റ് ചിലരാകട്ടെ ഒരുവൻ്റെ തലയിലെടുത്ത് കണ്ടെത്താനും ചില കാര്യങ്ങളിൽ ഏർപ്പെടാനോ ചില ഉദ്യമങ്ങൾക്ക് തുടക്കമിടാനോ പറ്റിയ ഏറ്റവും നല്ല സമയം തീരുമാനിക്കാനും ജ്യോതിഷം ഉപകരിക്കുന്നു എന്ന പക്ഷക്കാരാണ് ഇതിൻ്റെ വലിയ പ്രചാരകർ. പ്രധാനപ്പെട്ട ജ്യോതിർഗോളങ്ങളുടെ നില മനസ്സിലാക്കുന്നതിലൂടെയും പരസ്പരം അതുപോലെ ഭൂമിയോടുള്ള ബന്ധത്തിലും അവ ചെലുത്തുന്ന പ്രഭാവം നിർണ്ണയിക്കുന്നതിലൂടെയും അത്തരം വിവരങ്ങൾ കണ്ടെത്താനാകും എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഒരുവൻ്റെ ജനന സമയത്ത് ഈ ഗോളങ്ങൾ എവിടെ നിൽക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും അയാളുടെ ജീവിതത്തിൻ്റെ ഗതി തീരുമാനിക്കപ്പെടുക എന്നാണ് ഇക്കൂട്ടരുടെ വാദം.
പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണെന്നും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും അവയുടെ സ്വന്തം ഭ്രമണപഥത്തിൽ ഭൂമിയെ വലം വെക്കുന്നുവെന്നും പണ്ടുള്ള ജ്യോതിഷക്കാർ വിശ്വസിച്ചിരുന്നു. നക്ഷത്രങ്ങളുടെയും താരാഗണങ്ങളുടെയും ഇടയിലൂടെ സൂര്യൻ ഒരു നിശ്ചിത പഥത്തിൽ സഞ്ചരിക്കുകയും ഒരു വർഷം കൊണ്ട് ആ സഞ്ചാരം പൂർത്തിയാക്കുകയും ചെയ്യുന്നതായും അവർ കരുതിയിരുന്നു. സൂര്യൻ്റെ ഈ സഞ്ചാരപഥത്തെ ക്രാന്തിവൃത്തം എന്നാണ് വിളിക്കുന്നത്. അത് 12 സമഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഓരോന്നിനും അതാതു ഭാഗത്തെ താരാഗണത്തിൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത്. അതിനെ ആധാരമാക്കിയാണ് രാശിചക്രത്തിലെ 12 ചിഹ്നങ്ങൾ. ഓരോ രാശിയും ഒരു പ്രത്യേക ദേവൻ്റെ വാസസ്ഥാനമായി കണക്കാക്കപ്പെട്ടിരുന്നു. എന്നാൽ കാലക്രമത്തിൽ സൂര്യൻ ഭൂമിയെ വലം വെക്കുന്നില്ല, മറിച്ച് ഭൂമിയാണ് സൂര്യന് ചുറ്റും ഭ്രമണം ചെയ്യുന്നതെന്ന് ശാസ്ത്രം കണ്ടെത്തി. ഈ കണ്ടെത്തലോടെ ഒരു ശാസ്ത്രശാഖ എന്ന അവകാശവാദം ജ്യോതിഷത്തിന് നഷ്ടമായി. മെസപ്പൊട്ടേമിയയിൽ ജന്മം കൊണ്ട ജ്യോതിഷം ലോകത്തിൻ്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിക്കുകയും വിവിധ രൂപങ്ങളിൽ ഏതാണ്ട് എല്ലാ പ്രമുഖ പ്രാചീന സംസ്കാരങ്ങളിലും സ്ഥാനം പിടിക്കുകയും ചെയ്തു. പേർഷ്യക്കാർ ബാബിലോൺ കീഴടക്കിയതിനെ തുടർന്ന് ജ്യോതിഷം ഈജിപ്റ്റ്, ഗ്രീസ്, ഇന്ത്യ എന്നിവിടങ്ങളിലേക്ക് വ്യാപിച്ചു. ഇന്ത്യയിൽ നിന്ന് ബുദ്ധ സന്യാസിമാർ അത് മധ്യേഷ്യ, ചൈന, തിബറ്റ്, ജപ്പാൻ, ദക്ഷിണ പൂർവേഷ്യ എന്നിവിടങ്ങളിലെത്തിച്ചു. മായൻ സംസ്കാരത്തിലേക്ക് ജ്യോതിഷം കടന്നു വന്നത് എങ്ങനെ എന്ന് നിശ്ചയമില്ലെങ്കിലും ബാബിലോണ്യരെ പോലെ തന്നെ അവരും ജ്യോതിഷത്തിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. ജ്യോതിഷത്തിൻ്റെ ആധുനിക രൂപം സാധ്യത വെച്ച് നോക്കുമ്പോൾ യവന സ്വാധീനമുള്ള ഈജിപ്തിൽ ആയിരിക്കണം വികാസം കൊണ്ടത്. അതാകട്ടെ യഹൂദ, ഇസ്ലാമിക, ക്രൈസ്തവ മതവിഭാഗങ്ങളെ ഗണ്യമായി സ്വാധീനിക്കുകയും ചെയ്തു. ഭാവി പ്രവചിക്കാൻ കഴിയാത്ത ജ്യോതിഷം വെറും ഒരു തട്ടിപ്പാണെന്ന് കാണിക്കുക മാത്രമല്ല, അതിൻ്റെ ഗൂഢോദ്ദേശം സ്വയം മറനീക്കി കാണിക്കുകയും ചെയ്യുന്നു. ജ്യോതിഷം അസത്യത്തിൽ വേരൂന്നിയതാണെന്ന വസ്തുത അതിൻ്റെ ഉറവിടത്തെ തിരിച്ചറിയാനും സഹായിച്ചു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.